നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിഞ്ഞാലക്കുട. സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന വികസന സദസ്സുകളുടെ ജില്ലാതല ഉദ്ഘാടനം ആനന്ദപുരം EMS ഹാളിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പിള്ളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സരിത സുരേഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KU വിജയൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ AS സുനിൽകുമാർ, നിജി വത്സൻ, നികിത അനൂപ്, മണി സജിയൻ, റോസ്മി ജയേഷ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പ്രൊഫസർ A ബാലചന്ദ്രൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ സുനിത രവി എന്നിവർ പ്രസംഗിച്ചു. LSGD അസിസ്റ്റന്റ് ഡയറക്ടർ രഘുലാൽ സംസ്ഥാന വികസന കാഴ്ചപ്പാടും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി M ശാലിനി പഞ്ചായത്തിന്റെ വികസന കാഴ്ചപ്പാടുകളും അവതരിപ്പിച്ചു. ചടങ്ങിൽ പഞ്ചായത്തിന്റെ ആസ്തി വികസനവുമായി ബന്ധപ്പെട്ട് വിവിധ പദ്ധതികൾക്ക് ഭൂമി ദാനം ചെയ്തവരെയും ആശ, അംഗൻവാടി, ഹരിതകർമ്മസേന പ്രവർത്തകരെയും ആദരിച്ചു. വികസന സദസ്സ് ജില്ലാതലത്തിലുള്ള ഉദ്ഘാടനം ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ അത് മറ്റു പഞ്ചായത്തുകൾക്ക് കൂടി ഈ പദ്ധതികളും പരിപാടികളും മാതൃകാപരമായ നിലയിൽ ഏറ്റെടുക്കാൻ സഹായകരമാകുകയാണ്. സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ സമഗ്ര വികസനം എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് കഴിഞ്ഞ 10 വർഷങ്ങളായി സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്നത് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ്. സമഭാവനയും സാമൂഹ്യനീതിയും പുലരുന്ന വികസിത നവകേരളം എന്നുള്ളതാണ് നമ്മുടെ പ്രഖ്യാപിത ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് ഏറെ അടുത്തെത്താൻ സഹായകരമായ വിധത്തിൽ സർക്കാരിന്റെ ആ പ്രഖ്യാപിത മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് സുപ്രധാനമായ ഒരുപാട് ദൗത്യങ്ങളെ നയിക്കുകയാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപ്പാക്കുന്ന വൈവിധ്യപൂർണമായ പദ്ധതികളും പരിപാടികളും എല്ലാ വിശദാംശങ്ങളോടെയും ജനസമക്ഷം അവതരിപ്പിക്കുന്നതിനുള്ള വേദികളായിട്ടാണ് യഥാർത്ഥത്തിൽ വികസന സദസ്സ് വിഭാവനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ ഈ പഞ്ചായത്തിൽ ഒരുപാട് വികസന പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. സമയക്കുറവ് കൊണ്ട് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അതിന്റെ വിശദാംശങ്ങളൊന്നും ഇവിടെ വിശദീകരിച്ചിട്ടില്ല എങ്കിൽ പോലും ചെറുതായി അതൊക്കെ ഒന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഇന്ന് പ്രകാശനം ചെയ്യുന്ന വികസന രേഖയിൽ നിന്ന് നിങ്ങൾക്ക് അതിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. 250-ൽ പരം പുതിയ ഭവനങ്ങൾ ഇവിടെ നിർമ്മിക്കാൻ പഞ്ചായത്ത് മുൻകൈയെടുത്തിട്ടുണ്ട്. ലൈഫ് പാർപ്പിട പദ്ധതി തദ്ദേശ സ്വയംഭരണ വകുപ്പ് അഭിമാനപൂർവ്വം മുന്നോട്ട് വച്ചിട്ടുള്ള പദ്ധതിയാണ്. വോട്ട് അട്ടിമറിക്കെതിരായി രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുരിയാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച സിഗ്നേച്ചർ ക്യാമ്പയിൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സാജു പാറേക്കാടൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ MN രമേശ്, തോമസ് തത്തമ്പിള്ളി, ശ്രീജിത്ത് പട്ടത്ത്, ഗംഗാദേവി സുനിൽ, വിപിൻ വെള്ളയത്ത്, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മോളി ജേക്കബ്, മണ്ഡലം പ്രസിഡന്റ് തുഷം സൈമൺ എന്നിവർ പ്രസംഗിച്ചു. വോട്ടർ പട്ടികയിലെ ക്രമക്കേടിനെതിരെ രാഹുൽ ഗാന്ധി നടത്തുന്ന സമരത്തോടും അദ്ദേഹത്തിൻ്റെ പോരാട്ടങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യയിലുടനീളം തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇന്ത്യൻ പ്രസിഡന്റിനും നൽകുന്നതിന് വേണ്ടി 5 കോടിയിൽ പരം ഒപ്പുകൾ ശേഖരിപ്പിച്ച് നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുരിയാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ ഒപ്പ് ശേഖരണം സംഘടിപ്പിച്ചിരിക്കുന്നത്. അത് രാവിലെ 9:30 മുതൽ അവർ ആരംഭിച്ച പരിപാടി വൈകിട്ട് 7 മണി വരെ ഈ ഒപ്പ് ശേഖരണ പരിപാടി തുടർന്നു പോകും. അതിനുശേഷം എല്ലാ ഭവനങ്ങളും സന്ദർശിച്ച് ജനങ്ങളുടെ വോട്ടുകൾ മുഴുവനും ഓരോ വ്യക്തിയുടെയും വോട്ടുകൾ ശേഖരിച്ച് അത് AICCക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും. ഇത് ജനാധിപത്യവും ഭരണഘടനയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ടിയിട്ടല്ല. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്ത് തെരഞ്ഞെടുപ്പുകൾ കൊള്ളയടിക്കപ്പെടുന്ന, മോഷ്ടിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ ആദ്യമായിട്ടുണ്ടായത്.
ഇരിങ്ങാലക്കുട ടൗൺ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സംഘടനാ ശാക്തീകരണ ക്യാമ്പയിന്റെ മണ്ഡലം തല ഉദ്ഘാടനം യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലൂക്കാരൻ നിർവഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് ജോമോൻ മാണാത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അസറുദ്ദീൻ കളക്കാട്, നിയോജക മണ്ഡലം സെക്രട്ടറി വിനു ആന്റണി എന്നിവർ പ്രസംഗിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് അഷ്കർ സുലൈമാൻ സ്വാഗതവും എബി ദേവസി നന്ദിയും പറഞ്ഞു. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ബൊമ്മക്കൊലു ഒരുക്കി കേരള ബ്രാഹ്മണ സഭ. കേരള ബ്രാഹ്മണ സഭ ഇരിങ്ങാലക്കുട ഉപസഭയുടെ ആഭിമുഖ്യത്തിൽ ഗായത്രി ഹാളിലാണ് നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ബൊമ്മക്കൊലു ഒരുക്കിയിട്ടുള്ളത്. വിജയനഗര സാമ്രാജ്യത്തിൽ കൃഷ്ണദേവരായരുടെ കാലത്ത് ആരംഭിച്ചതാണ് ബൊമ്മക്കൊലു ഒരുക്കൽ എന്ന് ഐതിഹ്യം. വിജയനഗര സാമ്രാജ്യം ഉണ്ടായിരുന്നിടങ്ങളിൽ ബൊമ്മക്കൊലു ആഘോഷം ഉണ്ടായിരുന്നു. ഇന്നത്തെ ആന്ധ്ര, തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലെത്തിയ തമിഴ് ബ്രാഹ്മണ കുടുംബങ്ങളിലൂടെയാണ് ബൊമ്മക്കൊലു കേരളത്തിന് പരിചിതമാകുന്നത്. അഗ്രഹാരങ്ങൾ കേന്ദ്രീകരിച്ച് ബൊമ്മക്കൊലു വെക്കുന്നതിന് കന്നിമാസത്തിലെ കറുത്ത വാവിന് തന്നെ ഒരുക്കങ്ങൾ ആരംഭിക്കും. ബൊമ്മക്കൊലുകളുടെ എണ്ണത്തിനെ ആശ്രയിച്ചാണ് പടികൾ നിശ്ചയിക്കുക. പടികളിൽ ശുഭ്രവസ്ത്രം വിരിച്ച് പൂർണ്ണകുംഭം വെച്ചാണ് ബൊമ്മക്കൊലു ഒരുക്കുക. പഞ്ചഭൂതാത്മക പ്രതീകമായാണ് ബൊമ്മകൾ നിർമ്മിക്കുക. ദേവീ ദേവന്മാരുടെ ബൊമ്മകൾക്കൊപ്പം സാമൂഹ്യ പ്രസക്തിയുള്ള ബൊമ്മകളും ഒരുക്കുന്നുവെന്നതും പ്രത്യേകതയാണ്. ദശാവതാരം, അഷ്ടലക്ഷ്മി, നവഗ്രഹം, രാമായണം, ശ്രീരാമ പട്ടാഭിഷേകം എന്നിങ്ങനെ വ്യത്യസ്ത രീതിയിൽ ബൊമ്മക്കൊലു ഒരുക്കുന്നതും സർവ്വസാധാരണയായി കണ്ടുവരാറുണ്ട്. നവരാത്രി സമയത്ത് പൊതുവെ സ്ത്രീകൾക്ക് ധാരാളം പ്രാധാന്യം നൽകുന്ന ഒരു സമയമാണിത്. സ്ത്രീകൾ ലളിതാ സഹസ്രനാമം, ദേവി മഹാത്മ്യം, അങ്ങനെ ദേവിയെക്കുറിച്ചുള്ള പല സ്തുതികളും ഈ സമയത്ത് ധാരാളമായി ചൊല്ലുകയും ദേവിയെ കൂടുതൽ ആരാധിക്കുകയും ചെയ്യും. ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരളാം സർവസമ്പത്പ്രദാത്മീം സകുങ്കുമവിലേപനാമണികം ചുംബികസ്ത്രീകാം സമന്തകസുരേഷണാം സചരചാപപാശാംകുശാം അശേഷജനമോഹിനീം വർണ്ണമാല്യമൂഷാംബരാം യഭാസ്മവാസുരാം ജപവിദോ സ്മരേണാംബികാം അരുണാം കരുണാതരംഗിരാക്ഷീം ധൃതപാശാംകുശപുഷ്പപാണചാപാം. 9 நாளும் 9 வித பலகாரங்கள் பண்ணி அம்பாளுக்கு காத்தாலி சாயங்காலம் நைவேதி பண்ணுவோம். எல்லாரும் அம்பாளோட சோசனை பாராயணம் பண்ணி அம்பாள் வந்து ஆக்சுவலாக அந்த 9 நாள் அம்பாள் வந்து ஒரு ஊசியில் மேலே நின்றுட்டு അമ്പാൾ ദമം பண்ணிட்டு മനുഷ്യനെ കൊടുക്കും. ആദ്യത്തെ 3 ദിവസം ദുർഗയ്ക്കും, രണ്ടാമത്തെ അടുത്ത 3 ദിവസം ലക്ഷ്മിക്കും, അവസാനത്തെ 3 ദിവസം സരസ്വതിക്ക് പ്രാധാന്യം കൊടുത്ത് എല്ലാ ദേവികളെയും നമ്മൾ ആരാധിക്കുന്നുണ്ട്. പണ്ട് അഗ്രഹാരങ്ങളിലൊക്കെ എല്ലാവരും വീടുകളിൽ മാത്രമാണ് ബൊമ്മക്കൊലു എന്ന രീതിയിൽ വെച്ചിരുന്നത്. ഇപ്പോൾ പല അസൗകര്യങ്ങൾ കൊണ്ടും എല്ലാ വീടുകളിലൊക്കെ അംഗങ്ങളൊക്കെ കുറഞ്ഞു, എല്ലാവർക്കും തന്നെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ സമൂഹത്തിൽ പൊതുവായി ബൊമ്മക്കൊലു വെച്ച് എല്ലാവരും ഇവിടെ വന്ന് ഒന്നിച്ച് ആഘോഷിക്കുന്ന രീതിയിൽ മാറിയിട്ടുണ്ട്. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രലിലെ അഖില കേരള കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാർച്ച് 15 മുതൽ 22 വരെ മുനിസിപ്പൽ മൈതാനിയിൽ സംഘടിപ്പിക്കുന്ന 3ാമത് മാർ ജെയിംസ് പഴയാറ്റിൽ അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ലോഗോ പ്രകാശനം കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ നിർവഹിച്ചു. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് സാബു കൂനൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി റോബി കാളിയങ്കര, ട്രഷറർ ഡേവിസ് ചക്കാലക്കൽ, ടൂർണമെന്റ് കമ്മിറ്റി ജനറൽ കൺവീനർ രഞ്ജി അക്കരക്കാരൻ, ചെയർമാൻ ഷാജു കണ്ടംകുളത്തി, പ്രോഗ്രാം കോർഡിനേറ്റർ ടെൽസൺ കോട്ടോളി, ജോയിന്റ് കൺവീനർമാരായ ഷാജു പാറേക്കാടൻ, വർഗീസ് ജോൺ തെക്കിനിയത്ത്, അഡ്വക്കേറ്റ് ഹോബി ജോളി, കത്തോലിക്ക കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ബീന രാജേഷ്, കത്തീഡ്രൽ ട്രസ്റ്റിമാരായ PT ജോർജ്, തോമസ് തൊഗലത്ത്, കുടുംബ സമ്മേളന കേന്ദ്ര സമിതി പ്രസിഡന്റ് ജോബി അക്കരക്കാരൻ എന്നിവർ പ്രസംഗിച്ചു.
അന്തരിച്ച ഇരിങ്ങാലക്കുട സർവീസ് സഹകരണ ബാങ്കിന്റെ മുൻ പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായിരുന്ന MS കൃഷ്ണകുമാറിനെ അനുസ്മരിച്ചു. ബാങ്ക് ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് വിജയൻ എളയടത്ത് അധ്യക്ഷത വഹിച്ചു. ഭരണസമിതി അംഗങ്ങളായ KM ധർമ്മരാജൻ, ഷബീർ, ഇന്ദിര ടീച്ചർ, രാധാകൃഷ്ണൻ, ജീവനക്കാരുടെ പ്രതിനിധികളായ ബാങ്ക് സെക്രട്ടറി ജിഷ രാജേഷ്, നൈജിൽ MB, അസ്രുദ്ദീൻ കളക്കാട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. 36 വർഷം കോൺഗ്രസ് തുടർച്ചയായിട്ട് ഈ ബാങ്ക് ഭരിച്ചിട്ടുണ്ട് എന്ന് പറയാനായിട്ട് എനിക്ക് സന്തോഷമുണ്ട്. അതിൽ 32 വർഷവും കൃഷ്ണകുമാറാണ് പ്രസിഡൻ്റായിട്ട് ഇരുന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കൃഷ്ണകുമാർ നമ്മളോടൊപ്പം ഇല്ല. കൃഷ്ണകുമാറിൻ്റെ കാലഘട്ടത്തിലാണ് വിവിധങ്ങളായിട്ടുള്ള നമ്മൾക്ക് ഇപ്പോഴുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ ഏറ്റെടുക്കുന്ന സമയത്ത് 1.5 കോടി രൂപയോളം നമ്മൾ നഷ്ടത്തിൽ ജില്ലാ ബാങ്കിന് കൊടുക്കാൻ ലിക്വിഡേഷൻ്റെ ആ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് അന്ന് നമ്മൾ 93-ൽ നമ്മളിവിടെ ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ആ മത്സരത്തിൽ 9-ൽ 6 പേര് കോൺഗ്രസിൻ്റെ ജയിക്കുകയും 3 പേര് മറ്റുള്ള ആളുകൾ ജയിക്കുകയും ചെയ്തത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.